സിവിൽ ഡിഫൻസ് റിഫ്രഷ്മെന്റ് കോഴ്സിന് തുടക്കമായി. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. 5 ദിവസങ്ങളിലായി നടക്കുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് റിഫ്രഷ്മെന്റ് കോഴ്സിന് തുടക്കമായി. കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസിൽ നടന്ന പരിശീലന ക്ലാസ്സിന് DFO അരുൺ ഭാസ്കർ നേതൃത്വം നൽകി. സെർച്ച് എന്ന് പറഞ്ഞാൽ സാറ് നമ്മൾ പോയി ഓരോ എവിടെയൊക്കെ സെർച്ചിന് പോയിട്ടുള്ള വയനാട് പോയിട്ടുണ്ട് അല്ലേ? വയനാട് പോയി അവിടെയൊക്കെ നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ വെറുതെ സെർച്ച് ചെയ്യല്ലോ അല്ലേ? ഇല്ല ഈ വെട്ടി നാട്ടുപറ്റത്തേക്ക് തെളിച്ചു വിടുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ. സംസ്ഥാനതല പരിശീലന പരിപാടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ജില്ലകളിൽ കോഴ്സുകൾ നൽകുന്നത്. ജൂൺ 13-14 തീയതികളിലാണ് ആദ്യഘട്ട റിഫ്രഷ്മെന്റ് കോഴ്സ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നുമായി സംസ്ഥാനതല പരിശീലനം പൂർത്തിയാക്കിയ 50ഓളം സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ പങ്കെടുത്തു. സിവിൽ ഡിഫൻസിന്റെ റിഫ്രഷർ കോഴ്സ് സെർച്ച് റെസ്ക്യൂ ആൻഡ് ഫയർ റെസ്പോൺസ് കോഴ്സാണ് നമ്മൾ കണ്ണൂർ ജില്ലയുടെ വോളണ്ടിയറിന് വേണ്ടി ഇവിടെ കണ്ണൂർ ജില്ലാ ഓഫീസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഫ്ലഡ് തുടങ്ങിയ അതുപോലെ ഫ്ലഡായാലും വെള്ളപ്പൊക്കമായാലും തീപിടുത്തമായാലും മണ്ണിടിച്ചിലായാലും കെട്ടിട തകർച്ചയായാലും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് അത് വരുന്നത്. അപ്പോൾ സിവിൽ ഡിഫൻസ് ഇപ്പോൾ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലും ഫയർ റെസ്ക്യൂവിൻ്റെ കൂടെ തന്നെ ചേർന്ന് വർക്ക് ചെയ്യുന്ന വിഭാഗമാണ്. അപ്പോൾ അവർക്ക് ഓരോ വർഷവും നമ്മളിപ്പോൾ റിഫ്രഷർ കോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കോഴ്സാണ് സെർച്ച് റെസ്ക്യൂ. അതിലെങ്ങനെ ഒരു മണ്ണിടിച്ചിൽ സ്ഥലങ്ങളിൽ അതുപോലെ ബിൽഡിംഗ് പൊളിഞ്ഞു വീണാലും ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെ രക്ഷാബോധം നടത്തണം, എങ്ങനെ സെർച്ച് നടത്തണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഒരു ബിൽഡിംഗ് കെട്ടതിന് മുകളിൽ ആൾക്കാർ കുടുങ്ങി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷിക്കണം, അതുപോലെ മറ്റ് എല്ലാ തരത്തിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന രീതികൾ, പിന്നെ അതുപോലെ മറ്റ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളിൽ തീ പിടിച്ചാൽ എന്തൊക്കെ ചെയ്യണം, കെട്ടിടങ്ങളിലെ ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അതുപോലെ ഫയർഫോഴ്സിൻ്റെ ഉപകരണങ്ങൾ പമ്പ്, ഹോസ്, ലാഡർ, റോപ്പ് തുടങ്ങിയൊക്കെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങിനിടയിൽ പുതിയൊരു വിഷയമായിട്ട് പൊളിഞ്ഞു വീഴായ ബിൽഡിങ്ങിൽ പൊളിഞ്ഞു വീഴുന്ന ബിൽഡിങ്ങിനിടയിൽ അല്ലെങ്കിൽ ഭൂമി കുലുക്കം എർത്തുകേറ്റ് സംഭവിക്കുന്ന ബിൽഡിങ്ങിൽ ആൾക്കാർ അകപ്പെട്ടവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ട്രെയിനിങ്. 2ാം ഘട്ട പരിശീലനം അടുത്ത ആഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.